വോട്ട് തോട്ടിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ എൽ.ഡി.എഫിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ വി.എസിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. കോൺഗ്രസ് നേതാവും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ എൻ. സുന്ദരൻ നാടാരുടെ മകൻ എസ്. സുരേഷ് കുമാർ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് എൽ.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥികൾ കളങ്കിതരാണെന്ന അഭിപ്രായമുള്ള വി.എം. സുധീരൻ പ്രചരണ വേദികളിലെത്തി യു.ഡി.എഫിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണെന്ന് വി.എസ്. പറഞ്ഞു. കളങ്കിതരെ ചെവിക്ക് പിടിച്ച് ജനം പുറത്താക്കണം. കളങ്കിതർ കോട്ട് തോട്ടിലാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരോട്ടം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ശക്തമായ പ്രതികരണമായിരിക്കും നാട്ടിൽ നിന്നെല്ലാം ഉണ്ടാകുക എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഇവർ കളങ്കിതരാണ് എന്ന് KPCC പ്രസിഡന്റ് അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം മനസ്സിലാക്കിയ ഞാൻ നിങ്ങളെയെല്ലാം തന്നെ സത്യസന്ധമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കി തരേണ്ടതല്ലേ? ഈ വരുന്ന മെയ് 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ കിട്ടുന്ന ബാലറ്റ് ഉപയോഗിച്ച് ചുറ്റിയേരുവാൾ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കേണ്ടത്. എൽ.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ പൊതുവിതരണം ശക്തിപ്പെടുത്തുമെന്നും വി.എസ്. കൂട്ടിച്ചേർത്തു. നെയ്യാറ്റിൻകരയിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ. ആൻസറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ വി.എസിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. കോൺഗ്രസ് നേതാവും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന എൻ. സുന്ദരനാടാരുടെ മകൻ എസ്. സുരേഷ് കുമാറിന്റെ സാന്നിധ്യം കൺവെൻഷനിൽ ശ്രദ്ധേയമായി. പാറശാല മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് എസ്. സുരേഷ് കുമാർ കോൺഗ്രസ് അംഗത്വം രാജിവെച്ചു. വരും ദിവസങ്ങളിൽ തന്നോടൊപ്പമുള്ള കൂടുതൽ പേർ പാർട്ടി വിടുമെന്ന് എസ്. സുരേഷ് കുമാർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.